എല്ലാവർക്കും നമസ്കാരം. ഒരാഴ്ചക്കാലമായി ഈ പവിത്ര സന്നിധിയിൽ നടന്നു വരുന്ന ശ്രീമദ് നാരായണീയ മഹോത്സവത്തിൻ്റെ പരിസമാപന സുദിനമാണെന്ന്. ഇന്നത്തെ നാരായണീയ പാരായണം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്താൻ ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഒരാഴ്ചക്കാലമായി ശ്രീമദ് നാരായണീയത്തിലൂടെ ഭാരതീയ ഋഷിപരമ്പര ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച് വിശിഷ്ടമായ ആധ്യാത്മിക മൂല്യങ്ങളെയും ധാർമ്മികമായ ചിന്തകളെയും സ്വാംശീകരിക്കാനും വർത്തമാനകാലത്ത് എത്രത്തോളം അവയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് കൂടുതൽ ബോധ്യപ്പെടാനും നടത്തിയ ഒരു ശ്രമത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ വേളയിൽ ആ ഋഷിപരമ്പരയുടെ അനുഗ്രഹവും ഭാരത ജനതയുടെ ആശ്ലേഷവും ഈ പരിസമാപന മുഹൂർത്തത്തിൽ നമുക്ക് ധന്യതയും ആവേശവുമായി തീരുന്നതിനു വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് 3 തവണ ഓംകാരം ജപിച്ചുകൊണ്ട് ഈ ഒരു കാലാംശം ആരംഭിക്കാം. എല്ലാവരും നിവർന്നിരിക്കുക. മറ്റ് വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ നിർത്തി കൈകോർത്ത് മടിയിൽ വെച്ച് നിവർന്നിരുന്ന് മിഴികളടച്ച് ശ്വാസോച്ഛ്വാസത്തെ ശാന്തമാക്കി 3 തവണ എല്ലാവരും ചേർന്ന്, ആരും മടി വിചാരിക്കാതെ നമ്മൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്ന ഈ വലിയ സംരംഭത്തിൻ്റെ ഒരു വ്യാപനം ഈ പരിസരത്ത് മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല. അത് വിശ്വമൊട്ടാകെയുള്ള മാനവരാശിക്കും മറ്റു ജീവജാലങ്ങൾക്കും അനുഗ്രഹമായി മാറേണ്ട ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഈ ഒരാഴ്ചക്കാലമായി ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്കൃതിയുടെയും ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെയും ഋഷി സമൂഹത്തിൻ്റെയും ഒക്കെ ദീർഘകാലത്തെ പ്രയത്നത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒരു തുടർച്ചയായി കണ്ടുകൊണ്ട് ഇങ്ങനെയൊരു ഉദ്യമത്തിൽ പങ്കാളിയാകാൻ ലഭിച്ച സുഹൃതത്തെയും അതിന് കളമൊരുക്കിയതിൻ്റെ എല്ലാ അനുകൂല ഘടകങ്ങളെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് 3 തവണ ദീർഘമായി വായയും തൊണ്ടയും മനസ്സും ഹൃദയവും ഒക്കെ തുറന്ന് ഓംകാരം ജപിച്ചുകൊണ്ട് മെല്ലെ മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവരും നിവർന്നിരുന്നു, കണ്ണടച്ച് കൈകൾ കോർത്ത് മടിയിൽ വെച്ച് നിവർന്നിരുന്ന് 3 തവണ ഒരുമിച്ച് എന്നോടൊപ്പം നിങ്ങളും ചേർന്ന് ഈ ഓംകാര മന്ത്രം ജപിക്കാം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മ
അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാഞ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഭാഗ്യം ജനാനാം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. മെത്തത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഏറ്റവും മഹത്തരമായ വിശിഷ്ടമായ ഒരു കൃതി, ശ്രീമന്നാരായണീയം എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ഭാഗവതത്തിൻ്റെ ആ ഒരു കാച്ചിക്കുറുക്കിയ അതിൻ്റെ സർവ സൗന്ദര്യവും സാരാംശവും സമ്മേളിക്കുന്ന ഒരു രചനയെ അതർഹിക്കുന്ന പ്രാധാന്യത്തോടും ഗൗരവത്തോടും സ്വീകരിച്ച് അതൊരു തപസ്സെന്ന നിലയിൽ ചൊല്ലിപ്പഠിച്ച് ആചാരോപദേശങ്ങളിലൂടെ അതിലെ പിഴവുകളും കുറവുകളും ഒക്കെ തീർത്ത് അത് ഏറ്റവും ഹൃദ്യമായ മനോഹരമായ ഭാവത്തിലും ഏറ്റവും സുന്ദരമായ ശൈലിയിലും മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ ദിവ്യരസം അനുഭവിക്കുമാറ് അവതരിപ്പിക്കാൻ അനുഗ്രഹം ലഭിച്ച അതിന് കഴിവുറ്റ സജ്ജനങ്ങളുടെ ഒരു സംഗമമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഒരു ശാലയിൽ നടന്നു വരുന്നത്. മുൻപ് പറയുകയുണ്ടായി, പൗരാണിക കാലം മുതലേ ആധ്യാത്മികമായ ചിന്തകൾക്കും ധാർമ്മികമായ സമീപനത്തിനും പുകൾപെറ്റ നാടാണ് നമ്മുടെ ഭാരതം. ഓരോ കാലഘട്ടത്തിൻ്റെയും സ്പന്ദനത്തിനും സാമൂഹ്യ സാഹചര്യങ്ങൾക്കും മനുഷ്യ മനസ്സിൽ പ്രകൃതി ഒരുക്കുന്ന വൈവിധ്യങ്ങൾക്കും മാറ്റങ്ങൾക്കും ഒക്കെ ഇണങ്ങുന്ന വിധത്തിൽ ആധ്യാത്മികമായ സംസ്കൃതിയെ നവീകരിച്ച് അവയോട് സമരസപ്പെടുത്തി ജീവിക്കാൻ മനുഷ്യന് ആവേശവും പ്രചോദനവും നൽകുന്ന ഒരു കരുത്തുറ്റ ദാർശനിക അടിത്തറയുള്ള ഒരു സംസ്കൃതിയിലാണ് നാം എല്ലാവരും ജന്മം കൊണ്ടിട്ടുള്ളത്. അപ്പം ആ സംസ്കൃതി മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയും ജീവിത മൂല്യങ്ങളെയും അതിൻ്റെ പ്രായോഗിക രീതിവിധാനങ്ങളെയും കുറിച്ച് ആധികാരികമായി അറിയുന്നതിനും അത് വളരെ ആർജവത്തോടുകൂടി സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിനും സഹായകമാകുന്ന വിധത്തിൽ ശാസ്ത്ര പ്രതിപാദിതമായ ചിന്തകളെ സമൂഹത്തിൽ പങ്കുവയ്ക്കാനുള്ള അവസരങ്ങളാണ് ഇത്തരം സമ്മേളനങ്ങൾ. നാം ഇവിടെ അതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീമന്നാരായണീയമാണ്. ശ്രീമന്നാരായണീയമാകട്ടെ, ശ്രീമദ് ഭാഗവതമാകട്ടെ, മഹാഭാരതമാകട്ടെ, ഇതിലെല്ലാം കേന്ദ്രസ്ഥാനമായി നിൽക്കുന്ന സവിശേഷ വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. ഇന്ന് നമുക്ക് ചിന്തിക്കാനായി നൽകിയിരിക്കുന്ന വിഷയം അതുതന്നെയാണ്. ഒരു ബഹുമുഖ പ്രഭാവമുള്ള ജീവിതത്തിൻ്റെ ഏത് തുറയിലും ഏറ്റവും ഉചിതമായ തീരുമാനവും സമീപനവും നിലപാടും എങ്ങനെ സ്വീകരിക്കണമെന്ന് നമുക്ക് പറയുക മാത്രമല്ല, ജീവിതത്തിൽ
പ്രകടമാക്കുകയും കൂടി ചെയ്ത മഹാനുഭാവനായിട്ടാണ് നാം ശ്രീകൃഷ്ണനെ കാണുന്നതും ആരാധിക്കുന്നതും അദ്ദേഹത്തെ അനുഗമിക്കുന്നതും. ഇപ്പൊ രണ്ട് ഈ ഇതിഹാസങ്ങളിൽ, രാമായണത്തിലും മഹാഭാരതത്തിലും പ്രബലമായ ആ കഥകളെ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണല്ലോ രാമനും കൃഷ്ണനും. അപ്പൊ ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് നമ്മുടെ ഈ വൈദിക സാഹിത്യ രചനകളിൽ ഏറ്റവും മനുഷ്യ ജീവിതത്തോടും മനുഷ്യ ഹൃദയത്തോടും ഏറ്റവും അടുപ്പം പുലർത്തുന്ന രണ്ട് വിശിഷ്ട കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം നമ്മുടെയൊക്കെ വർത്തമാനകാല ജീവിതത്തിലെ പല സന്ദർഭങ്ങളും വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളുമായി സംവദിക്കുന്ന, ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാൻ അവസരവും അനുവാദവും ലഭിച്ചിട്ടുള്ള അവതാര പുരുഷന്മാരിൽ എന്തുകൊണ്ടും അഗ്രിമസ്ഥാനം കൃഷ്ണന് തന്നെയാണ്. അത് എന്തുകൊണ്ട് ഏത് പ്രായത്തിലും, ശൈശവം മുതൽ വാർദ്ധക്യത്തിന്റെ പരിസമാപ്തി വരെ നീണ്ടു നിൽക്കുന്ന ഏത് പ്രായ പരിധിയിലും പെട്ടവർക്ക് ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആരാധിക്കാൻ, പൂജിക്കാൻ മാത്രമല്ല മനുഷ്യ ജീവിതം എങ്ങനെയാണ് ഏറ്റവും ഉചിതവും ശ്രേഷ്ഠവുമാക്കി തീർക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമ മാതൃകയായി വ്യാസൻ നിർമ്മിച്ച് അവതരിപ്പിച്ച ശ്രീകൃഷ്ണനെയാണ് നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും. അപ്പൊ ശ്രീകൃഷ്ണ ഭക്തി എന്നത് വലിയൊരു തരംഗമായി, വലിയൊരു പ്രഭാവമായി മാറിയിരിക്കുന്ന കാലത്ത് ജീവിക്കുന്ന നാം വാസ്തവത്തിൽ അനുഗ്രഹീതരും ധന്യരുമാണ്. അപ്പൊ ആ ഭക്തിയെയും വിജ്ഞാനത്തെയും അറിവിനെയും പ്രോജ്വലിപ്പിക്കാൻ, അതിനെ ഏറ്റവും ഗുണകരമായി സ്വന്തം ജീവിതത്തിലും ഈ ലോകത്തിലും പ്രാവർത്തികമാക്കാൻ തക്ക നിലയിലുള്ള ശേഷിയും അതിനുള്ള ആവേശവും രചിക്കുക എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളുടെ പ്രധാനമായ ഉദ്ദേശം. അപ്പം കൃഷ്ണനെ കേവലം ഒരു പ്രതിമയിലോ ഒരു പ്രതീകത്തിലോ മാത്രം ഒതുക്കി നിൽക്കുന്നതിനപ്പുറത്തേക്ക് സർവചരാചരങ്ങളിലും സ്പന്ദിക്കുന്ന അനുപമവും അതിവിശേഷവുമായ സാന്നിധ്യ സവിശേഷതയാണ് കൃഷ്ണൻ എന്ന അറിവിന്റെ ഉയരങ്ങളിലേക്ക് നടന്നു കയറാനുള്ള അവസരങ്ങളായി, അതിനുള്ള സന്ദർഭങ്ങളായി ഇത്തരം സംഗമങ്ങളെ നാം ഏവരും കാണേണ്ടതുണ്ട്. ഇവിടെ ആരാണ് കൃഷ്ണൻ, എന്താണ് കൃഷ്ണൻ എന്ന ചോദ്യം പലയിടങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ കുട്ടികളോ പേരക്കുട്ടികളോ വിദ്യാലയത്തിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ ഇത്തരം കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും അവിടെയൊക്കെ വിമർശന വിധേയമാക്കി ചോദ്യങ്ങൾക്ക് വിധേയമാക്കാറുണ്ട്. അവിടെ നിന്നും കൃഷ്ണൻ ആരാണെന്നും എന്താണെന്നും വ്യക്തമാക്കി കൊടുക്കാൻ പറ്റാത്ത ആശയപരമായ അല്ലെങ്കിൽ ദാർശനികമായ ഒരു പ്രതിസന്ധി അവരെ അലട്ടുന്നുമുണ്ട്. അപ്പൊ എന്താണ് ഇതിന് പ്രതിവിധി? ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അതിനെന്ത് പ്രതിവിധിയാണ് നാം സ്വീകരിക്കേണ്ടതെന്ന ചോദ്യവും നമുക്കൊരിക്കലും തള്ളിക്കളയാനോ മാറ്റി നിർത്താനോ പറ്റുന്നതല്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള കൃഷ്ണനുണ്ടല്ലോ, ഇവിടെ കംസന്റെ കാരാഗൃഹത്തിൽ ഭൂജാതനായി, അവിടെ നിന്ന് പിന്നീട് അമ്പാടിയിലും ഗോകുലത്തിലും വൃന്ദാവനത്തിലും ഒക്കെ കളിച്ച് രസിച്ച് വളർന്ന് പിന്നീട് മധുരയിലേക്ക് മടങ്ങിയെത്തി, അവിടെ നിന്നും ദ്വാരകയിലേക്ക് പലായനം ചെയ്ത് പിന്നീട് അവിടെ ജീവിച്ച് ഒടുവിൽ അന്തർധാനം ചെയ്ത കൃഷ്ണന്റെ ജീവിതത്തെ നമ്മൾ ഭാഗവതത്തിലും മഹാഭാരതത്തിലും വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കൃഷ്ണ ജീവിതത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന, ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പല നിർമ്മിതികളും നമുക്ക് അവിടേക്ക് പോയാൽ കാണാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് യുക്തിഭദ്രമായ വിചാരത്തിനും വിചാരണയ്ക്കും വിധേയമാകുന്ന സമയത്ത് കൃഷ്ണൻ എന്ന കൺസെപ്റ്റിനെ നമുക്ക്, കൃഷ്ണൻ എന്ന ഒരു ആശയത്തെ നമുക്ക് എങ്ങനെയാണ് അറിവിന്റെ തലത്തിൽ ജീവിക്കുന്ന, അറിവിലൂടെ വളരുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും? അത്തരം ഒരു അവതരണത്തിന് ഉപോത്ബലകമായ നിർദ്ദേശങ്ങളോ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഒരു തെളിവോ നമ്മുടെ സാഹിത്യങ്ങളിൽ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായി പറയാൻ സാധിക്കണം. അതിന് തെളിവായി നമുക്ക് ആദ്യം പറയാമല്ലോ, നാരായണത്തിലെ ആദ്യത്തെ 1-ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ അതിന് മറുപടിയാണല്ലോ. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ അന്ധഭാഗ്യം ജനാനാം. ഇതാണ് വാസ്തവത്തിൽ പ്രമാണം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ശാസ്ത്രങ്ങളിലെ ഒരു വലിയ ഒരു നിധി അല്ലെങ്കിൽ ഒരു പോർഷൻ ഇതാണ്. അപ്പൊ ഭഗവാൻ ആരാണ്, ഈശ്വരൻ ആരാണ്
എന്താണ് നിങ്ങളുടെ ദൈവസങ്കല്പം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായ മറുപടി നൽകാൻ ഇത്തരം കാര്യങ്ങളിൽ നാം ആധികാരികമായ അവബോധം നേടിയിട്ടുണ്ടായിരിക്കണം. കേവലം സങ്കല്പങ്ങളിലും കഥകളിലും ഉദാഹരണങ്ങളിലും ഉപമകളിലും അതിൻ്റെ വർണ്ണനകളിലും വിവരണങ്ങളിലും അതിൻ്റെ പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആശയമല്ല വാസ്തവത്തിൽ ഭാരതത്തെ സംബന്ധിച്ച് ഈശ്വരൻ, ഭഗവാൻ, ബ്രഹ്മൻ മുതലായ സങ്കല്പങ്ങൾ മുതലായ കൺസെപ്റ്റുകൾ. ശ്രീമദ് ഭാഗവതത്തിൽ ആരാണ് ഭഗവാൻ, എന്താണ് ഭഗവാൻ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അതിന് മറുപടിയായി മഹർഷി ആദ്യമേ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ശ്ലോകം നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർത്തു വയ്ക്കേണ്ടതാണ്. വദന്തി തത്വവിദസ്തത്വം യത് ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അപ്പോൾ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വായിക്കുകയും പഠിക്കുകയും അതിലെ കഥകളൊക്കെ മനസ്സിലാക്കുകയും അതിലൊക്കെ ഒരു രുചിയും രസവും ഒക്കെ അനുഭവിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ദാർശനികമായ കരുത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. ആ ദാർശനികമായ കരുത്ത് ഉണരുമ്പോൾ മാത്രമേ ജീവിതത്തിലെ ഏത് ഘട്ടത്തെയും നമുക്ക് അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും സാധിക്കും. നമ്മുടെ ഹൈന്ദവ സമാജത്തിന് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ആ ദാർശനികമായ കരുത്തില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും എന്തു പറയാനും ആക്ഷേപിക്കാനും വഴിതെറ്റിക്കാനും അനാവശ്യമായി ചോദ്യം ചെയ്യാനും ഒക്കെ അവസരങ്ങൾ ധാരാളമായി ലോകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിക്കുന്ന ഈ കൃഷ്ണ വ്യക്തിത്വം അല്ലെങ്കിൽ കൃഷ്ണ പ്രഭാവം കേവലം വിഗ്രഹങ്ങളിലോ ചിത്രങ്ങളിലോ കഥകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വിശ്വവ്യാപകമായ പരമാത്മ സാന്നിധ്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും വർത്തമാനകാല ജീവിതത്തിൽ സൗകര്യപ്രദമായ ആരാധനാനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗിക്കാനും ഒരു കൃഷ്ണരൂപമായി നമുക്ക് ഭാരതത്തിലെ ഋഷി സമൂഹം മുൻഗാമികൾ നമുക്ക് പങ്കുവച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാര്യവും കൂടി നമ്മൾ നന്നായി ഉള്ളിൽ ഉറപ്പിക്കേണ്ടത് ഈ യാത്രയ്ക്ക് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ആവേശവും ഉത്സാഹവും ഊർജ്ജസ്വലതയും ഉന്മേഷവും ഓർമ്മശക്തിയും സംസാരിക്കാനുള്ള കഴിവ് പോലും കുറെ കഴിയുമ്പോൾ നഷ്ടപ്പെടും. ഒരു 50, 60, 70 ഒക്കെ കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ വളരെയധികം ശാരീരികമായി, മാനസികമായി, ബൗദ്ധികമായിട്ടൊക്കെ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ കേവലം പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും അർച്ചനകളും മാത്രമായി കൊണ്ടു നടന്ന ഈ ആരാധനാ സമ്പ്രദായത്തെ അല്ലെങ്കിൽ അനുഷ്ഠാന പദ്ധതിയെ അതുകൊണ്ട് ലഭിക്കേണ്ട അതിൻ്റെ ഒരു ആധ്യാത്മികമായ അതിൻ്റെ ഉള്ള രഹസ്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത് പാഴ്വേലയായി മാറും. അതുകൊണ്ട് ഒരു പ്രകടന മത്സരം എന്നതിനപ്പുറത്തേക്ക് വസ്തുതയെ അല്ലെങ്കിൽ സത്യത്തെ, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും അറിയാനും ഉൾക്കൊള്ളാനും പറ്റിയ വിധത്തിലേക്ക് നമ്മളെ സജ്ജമാക്കുന്ന ഒരു ഉപാസനയായി നാം ഈ ഒരു സംരംഭത്തെ സ്വാധ്യായം എന്ന നിലയിലുള്ള ഈ പാരായണ പദ്ധതിയെ ഉപയോഗപ്രദമാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അവസരവും കാലവും നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് നിരാശയും കുറ്റബോധവുമായിരിക്കും ഫലം. അപ്പൊ അതുകൊണ്ട് കേവലം ഒരു വൈകാരികമായ തലത്തിൽ മാത്രം നിൽക്കാതെ അതിനപ്പുറമുള്ള ഒരു ദാർശനിക വഴിയിലൂടെയും സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, അതിനുള്ള അവസരം നമുക്കുണ്ട്, അതിനുള്ള അർഹത നമുക്കുണ്ട്, അതിനുള്ള അധികാരം നമുക്കുണ്ടെന്ന് നാം തിരിച്ചറിയുക. അതിനെന്ത് വേണം? സ്വാധ്യായം എന്നത് മുടങ്ങാതെ, കേവലം ഒരു ചാൻഡിങ് എന്നല്ലാതെ, സ്വാധ്യായം എന്നല്ലാതെ അതിനെ കൂടുതൽ ഗ്രഹിക്കാനുള്ള അതിൻ്റെ ആ ഒരു കണ്ടന്റ്, അതിൻ്റെ സ്റ്റഫ്, അതിൻ്റെ ക്രീം അതെന്താണെന്ന് അറിയാനുള്ള ഒരു പരിശ്രമവും കൂടി നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ഗോപികമാരുടെ ഭക്തി എന്താണ്, അക്രൂരന്റെ ഭക്തി എന്താണ്, ഉദ്ധവന്റെ ഭക്തി എന്താണ്, അതുപോലെ പ്രഹ്ലാദന്റെ ഭക്തി എന്താണ്, ധ്രുവന്റെ ഭക്തി എന്താണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്താണ് നമ്മുടെ ഭക്തിയുടെ നിലവാരവും ഭക്തിയുടെ വ്യവഹാരവും തമ്മിലുള്ള അന്തരം നമുക്ക് ബോധ്യമാകും. അപ്പോൾ മാത്രമേ നമ്മൾ പലയിടങ്ങളിലും തിരുത്താനും പുതിയ സമീപനങ്ങൾ സ്വീകരിക്കാനുമുള്ള ഒരു സ്വയം സന്നദ്ധത നമ്മിൽ ഉണർന്നു വരികയുള്ളൂ. അത് കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ വീക്ഷണം, നമ്മുടെ വ്യക്തിത്വം ഇതിന് അടിമുടിയുള്ള ഒരു പരിവർത്തനം, ഒരു പരിഷ്കരണം, സർവോപരി ഒരു നവീകരണം, അതിനപ്പുറത്തേക്ക് ഒരു സംസ്കരണം നമ്മിൽ തന്നെ സംഭവിക്കും. അതിന് വഴി തുറക്കുന്ന വിധത്തിൽ ഇത്തരം ആധ്യാത്മികമായ പ്രവർത്തനങ്ങളെ നാം ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മുടെ പരിശ്രമം പാഴ്വേലയായി അവസാനിക്കാനേ വഴിയുള്ളൂ. അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക്
ഭക്തജനങ്ങൾക്കും ശ്രോതാക്കൾക്കും ജിജ്ഞാസുക്കൾക്കും ഒക്കെ അവരുടെ വഴി ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോത്സാഹനവും പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തി കഥകളും ഉപമകളും അതിനോട് ചേർത്ത് വെച്ച് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ കൃഷ്ണൻ എന്ന് പറയുന്ന ഭാഗവതമാണല്ലോ നാരായണീയത്തിന്റെ ഉറവിടമായിട്ടുള്ളത്. ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ? അത് രസകരമായ കാര്യം. ഈ നാരായണീയത്തിൽ നിന്നാണ് ഭാഗവതം ഉണ്ടായിരുന്ന പലരുടെയും ധാരണ. മഹാഭാരതത്തെ കാശിക്കുറുക്കി 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതമായി ആ 18,000 ശ്ലോകങ്ങളെ വീണ്ടും 1000-ൽ കുറച്ച് ശ്ലോകങ്ങളിലായി നാരായണീയമായി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മഹാഭാരതത്തിൽ പലയിടങ്ങളിലായി പരന്നാണ് കൃഷ്ണന്റെ ജീവിതം അവതരിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഭാഗവതത്തിലേക്ക് വരുന്ന സമയത്ത് 90 അധ്യായങ്ങൾ ദശമസ്കന്ധത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് സംഗ്രഹിച്ച് അതിനെ കാച്ചിക്കുറുക്കിയാണ് ശ്ലോകങ്ങളായി 1000-ഓളം അല്ലെങ്കിൽ 1000-ൽ കുറച്ചധികം ശ്ലോകങ്ങളായി ശ്രീമദ് നാരായണീയം എന്ന പേരിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു 485 വർഷങ്ങൾക്ക് അപ്പുറമാണ് ഇതിന്റെ രചനയും അതിന്റെ ഒരു പ്രചരണവും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ മഹാഭാരതത്തെക്കാൾ കൂടുതൽ ഒരു പരിധി വരെ ശ്രീമദ് ഭാഗവതത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഉപാസകരും ആരാധകരും ഒക്കെ ഉള്ളത് ഈ ഒരു രംഗത്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ അത് പാഴായി പോകരുതെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പൊ ഭാഗവതത്തെ സംബന്ധിച്ച് ആരാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയവുമില്ലാതെ മറുപടി പറയാൻ സാധിക്കണം. എന്ത് ഉത്തരം പറയണം? സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം. ഇത്രയേ ഉള്ളൂ നമുക്ക് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയാൻ. ശ്രീമദ് ഭാഗവതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും സംഗ്രഹിക്കുന്ന സമയത്ത് സച്ചിദാനന്ദ രൂപായ, സത്ത് ചിത്ത് ആനന്ദം, ഇതാണ് ഭഗവാന്റെ സ്വരൂപം. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ. വിശ്വോത്പത്യാദി ഹേതവേ എന്ന് പറയുമ്പോൾ ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം എവിടെ നിന്നാണോ ആവിർഭവിച്ചിട്ടുള്ളത്, എവിടെയാണോ ഈ വിശ്വജാലത്തിന്റെ ഉറവിടം, ആ ഉറവിടത്തെ അല്ലെങ്കിൽ ആ കേന്ദ്രത്തെയാണ് ഭഗവാൻ അഥവാ ശ്രീകൃഷ്ണൻ എന്ന് ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഈ ഒരു അറിവ് നമുക്കുണ്ടാക്കുന്ന അനുഗ്രഹം എന്താ? ഏത് തരത്തിലുള്ള പ്രാപഞ്ചിക വിഷമതകളെയും ആധ്യാത്മികമെന്നും ആദിഭൗതികമെന്നും ആദിദൈവികമെന്നും പേര് ചൊല്ലി വേർതിരിച്ചിട്ടുള്ള സകലവിധ പ്രയാസങ്ങളെയും അഭിമുഖീകരിച്ച് അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകും. ഏത്? ഈ ഒരു അവബോധത്തിന്റെ ഉണർവിലൂടെ. അതാണ് സാന്ദ്രാനന്ദ അവബോധാത്മകമനുമിതം. ഈ ഒരു അറിവ് ഉള്ളിൽ ഉണരുകയും അത് ഉറയ്ക്കുകയും ചെയ്യുന്ന പക്ഷം ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളെയും വിഷമതകളെയും അഭിമുഖീകരിച്ച് അതിജീവിക്കാനുള്ള കരുത്തായി ആ അവബോധം മാറും. ഏത്? ഭഗവത് തത്വത്തെ നന്നായി അറിയുന്ന സമയത്ത് ആ അറിവ് ഒരു കരുത്തായി നമുക്ക് ജീവിതത്തിലുടനീളം തണലും തുണയുമായി തീരുമെന്നതാണ് ഭാഗവതം അല്ലെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ബോധ്യത്തിലേക്ക് ഉയരാത്തിടത്തോളം കാലം നമ്മൾ എപ്പോഴും ഇങ്ങനെ സംശയത്തിന്റെയും വിമർശത്തിന്റെയും ഒക്കെ മുമ്പിൽ ആകെ പകച്ച് ആകെ തളർന്നു നിൽക്കുന്നതായി കാണാം. അങ്ങനെ ഒരു തളർച്ചയോ ഒരു പകർച്ചയോ ഒരു ഭക്തനെ സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ അതിനർത്ഥം എന്താ? ഭഗവത് തത്വത്തെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അറിഞ്ഞുറപ്പിക്കാനും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിനുള്ള ഒരേ ഒരു മറുപടി. അതുകൊണ്ട് ആ ഉറപ്പിലേക്ക് നടന്നു കയറാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് കേവലം ഒരു രൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആരാധനാ മൂർത്തിയല്ല, മറിച്ച് സകല ചരാചരങ്ങളുടെയും അന്തര്യാമയായി വർത്തിക്കുന്ന പരമാത്മബോധ സ്വരൂപമാണ് എന്ന ഉണർവിലേക്ക് എത്താത്തിടത്തോളം കാലം നാം ഈ താപത്രയങ്ങളുടെ പിടിവലിയിലും അതുണ്ടാക്കുന്ന പിരിമുറുക്കത്തിലും എന്നും നട്ടം തിരിയുന്നവരാകും. അപ്പൊ അതുകൊണ്ട് അത്തരമൊരു വീഴ്ച, ഒരു പതനം സംഭവിക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും നമ്മളെ കരുത്തുറ്റവരാക്കി തീർക്കാൻ, അത് ഭക്തിയുടെ മാർഗത്തിലോ ആരാധനയുടെ വിധത്തിലോ അനുഷ്ഠാനം എന്ന സമ്പ്രദായത്തിന്റെ പേരിലോ ഏത് വിധേനയും ഈ ഒരു അവബോധത്തിലേക്ക് ഉണരുന്ന സമയത്ത്, ഉയരുന്ന സമയത്ത് നമ്മളെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ചങ്ങലകളുണ്ട്, ഒരുപാട് സംശയഗ്രന്ഥികളുണ്ട്. അതെല്ലാം അറ്റുമാറി നാം പരിപൂർണ സ്വതന്ത്രരായി കൃഷ്ണ വ്യക്തിത്വത്തോട് ഉൾച്ചേർന്ന് ഈ ലോകത്തിന്റെ എല്ലാ ഗതിവിഗതികളിലും സമരസപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളെ അത് പ്രാപ്തമാക്കും. അതായത് വാസ്തവത്തിൽ കൃഷ്ണൻ പഠിപ്പിച്ചതും അങ്ങനെയാണ്. ഒന്നിനോടും എതിർപ്പില്ലാത്ത, ഒന്നിനോടും മത്സരമില്ലാത്ത,
ഒന്നിനോടും വിദ്വേഷം പുലർത്താത്ത, എല്ലാത്തിനോടും സമരസപ്പെട്ട് സൗഹൃദ രൂപത്തിൽ ജീവിക്കുന്ന ഒരു സവിശേഷ വ്യക്തിത്വത്തിന്റെ മഹനീയ മാതൃകയായിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതവും ഭാരതവും ഒക്കെ കൃഷ്ണനെ നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായി വളരാനും മാറാനും നമുക്ക് എങ്ങനെ സാധിക്കും? അതിന് കേവലം ദൈഹികമായ വൈകാരികമായ ഈ പ്രവൃത്തികളും പരിപാടികളും മാത്രം മതിയോ? പോരാ. അതിനപ്പുറത്തേക്ക് കൃഷ്ണന്റെ ബഹുമുഖ പ്രഭാവത്തെക്കുറിച്ച് വേണ്ടമാതിരി അറിയാൻ സാധിക്കണം. വേണ്ടമാതിരി എങ്ങനെ അറിയാൻ സാധിക്കും? ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ആധികാരികമായ ധർമ്മശാസ്ത്രങ്ങളെ ആദരവോടും അനുഭാവത്തോടും കൂടി പഠിക്കുക, മനസ്സിലാക്കുന്നത് മാത്രമാണ്. അപ്പൊ ഇവിടെ ഈ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് പരിസര പ്രദേശങ്ങളിലുള്ള ധാരാളം ഭക്തകളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഏറ്റവും മഹത്തരമായി വിജയപ്രദമായി അത് പൂർത്തിയാകാൻ പോകുന്നത്. അപ്പൊ ഇവിടെ രണ്ട് പോർഷൻസ് ഉണ്ട്, രണ്ട് ഭാഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ആചാര്യന്റെ ശിക്ഷണത്തിൽ വളരെ ക്ഷമയോടെ അതിലേറെ ആദരവോടുകൂടി നാം ഇത് ചൊല്ലി പഠിക്കണം. ചിലപ്പോഴൊക്കെ ഒരുപാട് നമുക്ക് തന്നെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന പല ഇടപെടലുകളും ഉണ്ടാകാം. കാരണം ഇതൊന്നും ചൊല്ലിയാൽ തെറ്റാൻ പാടില്ല, തെറ്റിയാൽ എന്തൊക്കെയോ ചില ദുരന്തങ്ങൾ സംഭവിക്കും എന്നൊക്കെയുള്ള ഭീഷണി പലരൊക്കെ അഭിമുഖീകരിക്കാറുണ്ട്. ചിലർക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു ദുരന്തവും ഒരു അപകടവും ഇവിടെ സംഭവിക്കാനില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് തെറ്റാതെ ചൊല്ലിയത് ഒരൊറ്റയാളേ ഉള്ളൂ. ആരായിരിക്കും? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇത് തെറ്റാതെ ചൊല്ലി ഒറ്റയാൾ എഴുതിയാൾ മാത്രമേ തെറ്റാതെ ചൊല്ലിയിട്ടുള്ളൂ. ബാക്കി സകലരും ഈ പറയുന്ന കേമന്മാരെല്ലാം തന്നെ സൈക്കിൾ പഠിച്ചതുപോലെ തെറ്റി തിരുത്തി ചൊല്ലി പഠിച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷമതകളോ സംശയങ്ങളോ ഭീഷണികളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. ആ അതിജീവനം എങ്ങനെ സാധിക്കും? ഇവയെക്കുറിച്ച് വ്യക്തമായി അറിയുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഒരാൾക്കും പിന്തിരിപ്പിക്കാനോ ഒരാൾക്കും നമ്മളെ പരാജയപ്പെടുത്താനോ സാധിക്കാത്ത വിധത്തിലുള്ള ആത്മബലത്തിന്റെയും ആവേശത്തിന്റെയും നിറുവിടമായി, അതിന്റെ ഉറവിടമായി, അതിന്റെ പ്രഭവ കേന്ദ്രമായി നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ സാധിക്കാം. അങ്ങനെയാണല്ലോ കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധികളും വിഷമതകളും പരീക്ഷണങ്ങളും അല്ലെ ആക്രമണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ബാല്യകാല അരിഷ്ടതകൾ അങ്ങോട്ട് അവസാന കാലം വരെ അത്ര സുഗമമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. ഒരു പക്ഷേ രാമന്റെയും കൃഷ്ണന്റെയും ജീവിതം താരതമ്യം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി രാജകീയമായ സൗകര്യങ്ങളും അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങളും രാമന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഏറെ പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു കൃഷ്ണന്റെ ജീവിതം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നത്. കാരണം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതാണ് എക്കാലത്തും ലോക ജീവിതം. ഈ ലോകത്ത് ഒരാൾക്കും, ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ലോക വ്യവഹാരം പൂർണ്ണമായി അനുകൂലമായി തീർന്നിട്ടില്ല. അവർക്കൊക്കെ നഷ്ടങ്ങളുണ്ട്, നിരാശകളുണ്ട്, അബദ്ധങ്ങളുണ്ട്. അതുപോലെ ബന്ധങ്ങൾ പലപ്പോഴും അവർക്ക് ഉപദ്രവമായി തീർന്നു. അങ്ങനെയുള്ള എല്ലാ ദ്വന്ദ്ങ്ങളുടെയും നടുവിലൂടെ നടന്നു ജയിച്ചവരാണ് അറിയപ്പെടുന്ന ശ്രേഷ്ഠന്മാരെല്ലാം. അതുകൊണ്ട് ആധ്യാത്മികമായ ജീവിതമോ ഇത്തരം ഭക്തിപരമായ ഒരു അനുശീലനമോ പിന്തുടർന്നു എന്ന് കരുതി ഈ ലോകം നമുക്ക് എല്ലായ്പ്പോഴും അനുകൂലമായി തീരണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ നാം ആരാധിക്കുന്ന കൃഷ്ണ ജീവിതം എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ഇണങ്ങുന്നതോ അനുകൂലമോ ആയിരുന്നില്ലല്ലോ. ശമന്തകഥ പഠിക്കുന്ന സമയത്ത് വേണ്ടാത്തൊരാക്ഷേപം അല്ലെ, യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണത്തിനിരയായില്ലേ. ഇതാണ് ലോകത്തിന്റെ പൊതു സ്വഭാവം എക്കാലവും. ഇതറിയുമ്പോഴാണ് വൈരാഗ്യം എന്നത് നമ്മുടെ ഉള്ളിൽ ശക്തമാകുന്നത്. ലോകത്തിന്റെ അവസ്ഥയും അതിന്റെ പ്രവർത്തനവും മുൻപും ഇപ്പോഴും നാളെയും ഇങ്ങനെ തന്നെയായിരിക്കും. അത് അത്ഭുതപ്പെടാനോ അമിതമായി പ്രതീക്ഷിക്കാനോ അതുകൊണ്ട് എന്തെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമോ നിരാശപ്പെട്ട് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി കളയാനോ യാതൊരു സാധ്യതയുമില്ലെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ജീവിതഗന്ധിയായ അനുഭവ പാഠങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ കൃഷ്ണൻ ആവേശമാകുന്നത്, അനുഗ്രഹമാകുന്നത്, നമ്മുടെ ആരാധനാബിംബമാകുന്നത്. അതതിൻ്റെ ഒരു വഴിയാണ്. അപ്പൊ അതുകൊണ്ട് കേവലം നമുക്കിതൊക്കെ അറിയാൻ അല്ലെ, മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അവസരവും കൂടി ഈ ഒരു ചാൻഡിങ്ങിന്റെ ഒപ്പം ഉണ്ടാകണം. അതിനാണ് നേരത്തെ പറഞ്ഞത്, ഒരു ആചാര്യന്റെ ശിക്ഷണത്തിൽ നമ്മളിതൊക്കെ തെറ്റുകൂടാതെ വായിക്കാൻ പഠിച്ചു. ആ വായിക്കുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഹൃദ്യമായിരിക്കണം, അവരുടെ കാതുകൾക്ക് ഒരു ഇമ്പം ഉണ്ടാകണം, ശ്രവണസുഖം ഉണ്ടാകണം. അതിനു പറ്റിയ ഒരു ഈണം, ഒരു താളം, ഒരു ശൈലി തീർച്ചയായിട്ടും. അതിന്റെ പേരിൽ പിന്നീട് മത്സരത്തിനോ ഒരു തർക്കത്തിനോ ഒരു ഔന്നത്യത്തിനൊന്നും അവകാശമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്.
അപ്പോൾ ശ്രവണസുഖത്തിന് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്ന ഈണത്തിന്റെ പേരിലോ അത് അവതരിപ്പിക്കുന്ന ശൈലിയുടെ പേരിലോ അത് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു കൂട്ടുന്ന വേഷവിധാനങ്ങളുടെ പേരിലോ ഒരു അകൽച്ചയോ ഒരു മത്സരബുദ്ധിയോ ഈ വിഷയത്തിൽ പാടില്ല എന്നതുകൂടി ശ്രദ്ധിക്കണം. കാരണം തുടക്കത്തിലെ ഇത്തരം ന്യൂനതകൾ തിരുത്തി പോയില്ലെങ്കിൽ അവസാനം ഈ പരിപാടി തന്നെ വിളിഞ്ഞു പോകും. പിന്നെ അതായിരിക്കും നമ്മുടെ കൃഷ്ണനൊക്കെ അത് വേറെ വിഷയമാണ്. കൃഷ്ണനൊന്നും അല്ല ഇവിടെ വിഷയം. പുളിയിലക്കരയുടെ ഈ അരികളുള്ള സെറ്റ് സാരിയും പിന്നെ കല്ല് വെച്ച കമ്മൽ ഇതിലൊക്കെ ആയിരിക്കും നമ്മുടെ ശ്രദ്ധ. കൃഷ്ണനൊക്കെ വേറെ വഴിക്ക് പോകും. അതുകൊണ്ട് ചൊല്ലിപ്പഠിക്കുക എന്നത് ഇതിന്റെ ആരംഭത്തിൽ ഒരു വലിയ സാഹസമാണ്. അർത്ഥം മനസ്സിലാകുന്ന ഒരു പദങ്ങൾ കൃത്യമായി ഉച്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിന്റെ വൃത്തവും അതിന്റെ സന്ധികളും ഒക്കെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടത് ചൊല്ലി ശീലിക്കും. അപ്പൊ അത് കുറച്ച് ശ്രമം എടുക്കണം. 10-12 തവണയെങ്കിലും ഇത് ഒന്ന് മുറ പോലെ വായിച്ചെടുക്കുമ്പോൾ നമുക്കിത് ഒഴുക്കോടുകൂടി വായിച്ച് ശീലിക്കാൻ സാധിക്കും. അതതിന്റെ ഒന്നാമത്തെ സ്റ്റേജായി. പലപ്പോഴും അവിടെ തീർന്നു പരിപാടി. അപ്പൊ ഇത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വായിക്കാൻ വേണ്ടി പഠിക്കുക. വായിക്കാൻ പഠിക്കണം. തീർച്ചയായിട്ടും അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. വായിക്കാൻ വേണ്ടി പഠിക്കുക. അതുകൊണ്ട് തീരരുത്. പിന്നെ എന്ത് വേണം? പഠിക്കാൻ വേണ്ടി വായിക്കണം. പഠിക്കാൻ വേണ്ടി വായിക്കുമ്പോഴാണ് പലതും നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ, കേട്ട കഥകൾ പോലെയൊന്നുമല്ല സംഭവങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരു തലം ഈ രചനകൾക്കുണ്ട്. ആ രചനകളിലെ കഥകൾക്കും ആ കഥകൾക്ക് ഇണങ്ങുന്ന കഥാപാത്രങ്ങൾക്കും ഉണ്ട് നമുക്ക് ബോധ്യം വന്നു തുടങ്ങാം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആവേശവും ആത്മാർത്ഥതയും അറിയാനുള്ള ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെട്ടു വരും. അപ്പൊ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ ഈ വ്യാപാരങ്ങളുണ്ടല്ലോ, വേഷവിധാനങ്ങൾ, അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ, അതിന്റെ മറ്റു പരിപാടികളിലൊക്കെയുള്ള മത്സരബുദ്ധിയും നിർബന്ധം, പിടിവാശി, അനാവശ്യമായ താരതമ്യം, ദുരഭിമാനം, അപകർഷതാബോധം ഇതെല്ലാം തീരും. ഇതെല്ലാം തീരാത്തത് എന്തുകൊണ്ടാണ്? കൃഷ്ണൻ അവതരിക്കാത്തത് കൊണ്ടാണ്. കൃഷ്ണൻ അവതരിച്ചപ്പോഴെന്താ സംഭവിച്ചത്? കംസന്റെ കാരാഗ്രഹത്തിൽ, ഒറ്റ ഉദാഹരണമേ ഇതിന് പറയാനുള്ളൂ. കംസന്റെ കാരാഗ്രഹത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി കൃഷ്ണൻ എത്രാമത്തെ ജനിച്ചു? എത്രാമത്തെ പുത്രനായിട്ടാണ് ഭഗവാൻ ജനിക്കുന്നത്? ഒരു ചോദ്യം ഇവിടെ വരുന്നൂടെ? എന്നാ പിന്നെ ഒന്നാമത് ജനിച്ചാൽ എന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വ്യാസർക്ക് അങ്ങനെ എഴുതാമായിരുന്നില്ലേ? ഭഗവാൻ ആദ്യമേ ജനിച്ചത് കംസന്റെ കാരാഗ്രഹത്തിൽ ദേവകി ദേവിയുടെയും വസുദേവരുടെയും പുത്രനായി ഭഗവാൻ ജനിച്ചു. കംസനെ കൊന്നു. കഥ തുടരുന്നതിനൊക്കെ എന്താ പ്രശ്നം? ഈ എട്ടാമനാക്കിയതിന്റെ പിന്നിൽ എന്താ? അത് ചിന്തനീയമാണ്. രണ്ടാമത്തേത് ഏറ്റവും അവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഭഗവാൻ ജനിച്ചതോടുകൂടി അവതരിച്ചതോടുകൂടി വസുദേവരുടെയും ദേവിയുടെയും കാലിൽ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ എന്ത് സംഭവിച്ചു? അതിന് ഒരു പ്രയത്നം വേണ്ടി വന്നില്ല. തനിയെ അറ്റുമാറി എന്നാ പറയണത്. ഇതെന്താ ഓർമ്മിപ്പിക്കുന്നത്? എന്താ? ഭഗവാൻ അവതരിക്കുന്നതോടുകൂടി നമ്മളെ അലട്ടിയിരുന്ന സർവ്വ സംശയങ്ങളും സർവബന്ധനങ്ങളും പരിപൂർണമായി വിട്ട് നമ്മൾ പരിപൂർണ സ്വതന്ത്രരായി മാറും. എല്ലാ ബന്ധനങ്ങളും മറ്റാൽ പിന്നെ ആരാ? സ്വതന്ത്രരായി. അപ്പൊ ഈ ബന്ധനം എവിടെയാ നിൽക്കുന്നത്? ബാഹ്യലോകത്തല്ല ബന്ധനം നിൽക്കുന്നത്. എവിടെയാ നിൽക്കുന്നത്? അവരവരിലാണ്. അറിവില്ലായ്മ മൂലം ഉണ്ടായിരിക്കുന്ന ബന്ധനങ്ങളൊക്കെ അറിവിലൂടെ അതിജീവിക്കാൻ, അറിവ് കൊണ്ട് അതിനെയൊക്കെ ഛേദിച്ച് പരിപൂർണ സ്വതന്ത്രരാകണം എന്നുള്ള മഹത്തായ ഒരു ആശയത്തെ അവിടെ അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ട് എട്ടാമെന്നുള്ളത് നിങ്ങൾ പഠിച്ചറിയാം. ഭാഗവതത്തിൽ ഇതിന് ഉത്തരമുണ്ട്. അതിന് മുമ്പ് ജനിച്ച 7 പേരുണ്ടല്ലോ, ഈ ബലരാമനടക്കം. അതിനു മുമ്പ് 6 പേര് ജനിച്ചിട്ടാണല്ലോ ബലരാമൻ വരുന്നത്. ആരായിരുന്നു ഈ 6 പേര്? ഇവരുടെ പേരുണ്ടല്ലോ, പേരുണ്ട്, ഭാഗവതത്തിലുണ്ട്, അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. 85-ാമത്തെ അധ്യായത്തിൽ അത് ഗംഭീരമായിട്ട് അവരുടെ പേര് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, എഴുതി പിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു 85-ാമത്തെ അധ്യായത്തിൽ 82-ാമത്തെ ശ്ലോകത്തിൽ ആരാണ് ഈ 6 പേരെന്ന് പറയുന്ന സമയത്ത് ഇതാണ് പറയുന്നത്. ഈ വായിക്കാൻ വേണ്ടി പഠിക്കുന്നതും പഠിക്കാൻ വേണ്ടി വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അവിടെ പറയുന്നത് ഈ 6 പേര് ആരാണെന്ന് അവിടെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം മുതലായ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചേന്ദ്രിയ വിഷയങ്ങളെയും ഛേദിക്കുക എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പോട്ടെ, നമുക്ക് വിഷയമല്ലാത്തതുകൊണ്ട് പറയാം, അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. മറ്റെപ്പോഴെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതെല്ലാം, ഈ വിഷയങ്ങളെല്ലാം അറ്റുമാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന പരിപൂർണമായ ബോധത്തിന്റെ സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ മോക്ഷം അഥവാ മുക്തി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
ആ മോക്ഷപ്രാപ്തി നാം തന്നെ നേടി സ്വായത്തമാക്കേണ്ടതാണ്. അതിന് വഴി തുറന്നു തരുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിന്താപദ്ധതിയാണ് കൃഷ്ണനും കൃഷ്ണന്റെ ജീവിതവും. അപ്പൊ അത്തരത്തിലുള്ള വിപാസനയിലേക്ക് ഉയരാൻ, തിരിയാൻ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കണം. അപ്പൊ നമ്മളിതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലോ നമ്മുടെ സഹചരോട്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് ആ സധൈര്യം സ്നേഹത്തോടെ പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കണം. അതിനുള്ള വേദികളായി ഇത്തരം സംഗമങ്ങളെയും പ്രവർത്തനങ്ങളെയും കാണുമ്പോഴാണ്, അതിൽ പങ്കാളികളാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭാരത ജനനിയോടുള്ള നമ്മുടെ ആ ഒരു കൂറും കടപ്പാട് ഏറ്റവും ഉചിതമായ രീതിയിൽ നാം വിനിയോഗിച്ച് കടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ എന്താ, 10-90 വർഷക്കാലം ജീവിക്കും, അതിൽ 70 കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ നശിച്ചു, ശരീരത്തിന്റെ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ടു, പഠിച്ചതും മറന്നു, പറയാനുള്ളതും മറന്നു, ആകെപ്പാടെ പിന്നെ അവസാന കാലത്ത് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരീതി നടുവിൽ ഞാൻ, ഈ നരകത്തി തന്നെ. ഇന്നലെ വരെ സ്വർഗമായിരുന്നു, ഇപ്പോഴാണ് നരകമായത്. ആവതില്ലാത്ത സമയത്ത് നരകം, ആവുന്ന സമയത്തോ അപ്പൊ അങ്ങനെയുള്ള അതല്ല ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ജീവിതത്തിന്റെ സായാഹ്നമാകുമ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും ചിന്താശേഷി കുറഞ്ഞാലും നമുക്ക് കൃഷ്ണാവബോധം നൽകിയ കരുത്ത് ഒരു തളർച്ചയ്ക്കും ഒരു തരത്തിലുള്ള പരിതാപത്തിനും വിധേയമാകാത്ത വിധത്തിൽ, ഇവിടെ അതാണ് ഇതിന്റെ ഒരു ആപ്തവാക്യമായി സ്വീകരിച്ച്, സർവ്വ പീഡകളും നമ്മളെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ക്ലേശിപ്പിക്കുമ്പോഴും ആ ക്ലേശത്തെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്തായി ആരോഗ്യമുള്ള, ചിന്താശേഷിയുള്ള, പ്രവർത്തിക്കാൻ അവസരവും സന്ദർഭമുള്ള കാലത്ത് നാം സ്വായത്തമാക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരമായി നാം ഈ സന്ദർഭങ്ങളെ കണ്ടില്ല എങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം പാഴ്വേലയും ലാഭമില്ലാത്ത, പറയില്ല, നമ്മൾ നഷ്ടക്കച്ചവടം എന്ന രീതിയിലായി പോകും. അത് ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ആഴത്തിൽ കൃഷ്ണാവബോധത്തിലേക്ക് എത്താനുള്ള ശ്രമം ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. അതിനുള്ള ഒരു ആവേശവും ഉത്സാഹവും പ്രോജ്വലിപ്പിക്കാനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആചാര്യന്മാരെ വിളിച്ച ആപ്തവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെക്കുറിച്ച് അറിയിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട സമയത്ത്, ഇവിടെ ഭഗവാന് ജനിച്ച സമയത്ത് അച്ഛനും അമ്മയും രണ്ടുപേരും ഭഗവാനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന ശ്ലോകങ്ങളുണ്ട്. വസുദേവർ പറയുന്നത്, ദേവകി പറയുന്നത്, രണ്ടും നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗവതത്തിൽ വായിച്ചിട്ടുണ്ട്, നാരായണത്തിൽ നിന്ന് പരാമർശിച്ചു പോകുന്നുണ്ട്. ആരാണ് കൃഷ്ണൻ എന്ന് ചോദിക്കുന്ന അവിടെയും നമുക്ക് ഉത്തരമുണ്ട്. രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം. എന്താ പറയുന്നത്, ദേവകി ദേവിയുടെ ഒരു ചോരക്കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് അമ്മ എത്രമാത്രം വൈകാരികമായ ഒരു അവസ്ഥയിലായിരിക്കും. ആ വൈകാരികമായ അവസ്ഥയിലും ശാരീരികമായി തളർന്ന സ്ഥിതിയിലുമൊക്കെ ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ വിതുമ്പാനും പറയാനും പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവേശത്തിലും ആഘോഷത്തിലും സന്തോഷത്തിലും ഒക്കെ പലതും പറയും. നമ്മൾ പറയുന്നത് ആ കുഞ്ഞിന്റെ ശരീരാവയവങ്ങളെ ആരോടൊക്കെ ബന്ധിപ്പിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെന്റെ മൂക്ക് ആരുടെ മൂക്ക് പറിച്ചു വെച്ചു, കണ്ണ് ആരുടെ കുത്തി വെച്ചിരിക്കുന്നത്, കവൾ ആരുടേതാണ്, ചുണ്ട് മുത്തശ്ശനാണോ, നെറ്റി അമ്മാവിൻ്റെതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവകാശവാദം ഉന്നയിക്കും. ഒന്നുമില്ല. എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു കഴിയുമ്പോൾ ഏറെക്കുറെ എല്ലാം ഒരേ. എന്നാലും നമ്മൾ അവകാശപ്പെടുക അവന്റെ കണ്ണ് അതേപോലെ എടുത്തു വെച്ചിരിക്കുകയാണ്, അല്ലെ മൂക്ക് അങ്ങനെ തന്നെ കൊത്തി വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, വെറുതെ അവന്റെ മൂക്ക് അവന്റെ കണ്ണൊന്നുമല്ല. പക്ഷെ ഇവിടെ ദേവകി ദേവി പറയാം, രൂപം യഥത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താ വിഷ്ണുരധ്യാത്മദേവ. ഇങ്ങനെയാണ് ഭഗവാനെ അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ കേവലം നാമങ്ങൾക്കും രൂപങ്ങൾക്കും അതീതമായി, എന്നാൽ നാമരൂപങ്ങൾക്ക് ആധാരവും ആശ്രയവുമായി നിലനിൽക്കുന്ന, വാക്കുകൊണ്ട് വർണ്ണിക്കാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ ബുദ്ധി കൊണ്ട് അറിയാനോ സാധിക്കാത്ത, എന്നാൽ ഇവയ്ക്കെല്ലാം ആധാരമായ ആ പരമാത്മബോധത്തെയാണ് ഇവിടെ വിഷ്ണുവെന്നും കൃഷ്ണനെന്നും ഭാഗവതവും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളൊക്കെ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അറിവും ആ അറിവിൻ്റെ അനുഭവവും നമുക്കുണ്ടാക്കുന്ന, ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും നമുക്ക് നൽകേണ്ട സ്ഥിരതയും ധൈര്യത്തെയുമാണ് നാം ഇവിടെ ചേർത്ത് പിടിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അത്ര അമിതമായ പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത്തരം അസ്വാസ്ഥ്യങ്ങൾക്കൊന്നും അതിന്റെ വഴിയിലൊന്നും പോകാതെ നമുക്ക് ആധ്യാത്മികതയും ഭക്തിപരമായ അനുഷ്ഠാനങ്ങൾ നൽകുന്ന ഹൃദ്യമായ അനുഭവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാൻ നിരന്തരം യത്നിക്കേണ്ടതുണ്ട്. ഇത് ശീലിച്ച് സ്വായത്തമാക്കേണ്ട ഒരു നിഷ്ഠയാണ്. അതിന് കൂടുതൽ പ്രാധാന്യവും ഗൗരവവും നൽകുമ്പോൾ അനാവശ്യമായ മറ്റ് തരത്തിലുള്ള ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രസക്തിയും ആവേശവും നമ്മിൽ കുറഞ്ഞു. അത് തന്നെയാണ് വസുദേവരുടെയും ദേവകിയുടെയും
സമീപത്ത് കൃഷ്ണൻ ആവിർഭവിച്ച സമയത്ത് അവരുടെ കാലുകളെ ബന്ധിച്ചിരുന്ന സകല അല്ലെ അറ്റുപോയി. വേറെ ഒരു പരിശ്രമം അതിന് വേണ്ടി വന്നില്ല, ഒരു ഇടപെടലും അതിലുണ്ടായിരുന്നത്. ഭഗവാൻ അവതരിച്ചതോടുകൂടി അവരുടെ കാലടികളെ ബന്ധിച്ചിരുന്ന ചങ്ങല അറ്റുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ തന്നെ ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ടും ഇപ്പോഴും നമുക്ക് പ്രശ്നങ്ങളാണ്. അത് പാടില്ല, ഇത് പാടില്ല, ചൊവ്വാഴ്ച പാടില്ല, വെള്ളിയാഴ്ച പാടില്ല, ഒരുപാട് പാടില്ലായ്മകളുണ്ട്. അരുതകൾ അതിനപ്പുറമാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഇടയിൽ അരുതകൾ നമ്മൾ ആകാമെന്നുള്ളതാണോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം. ചിന്തിച്ചാൽ ഒരു 25 വർഷത്തിന് മുൻപ്, അല്ലെങ്കിൽ പോട്ടെ ഒരു പരമാവധി 50 വർഷത്തിന് മുമ്പ് ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ഭഗവത്ഗീതയോ ഭാഗവതമോ രാമായണമോ ഭാഗവതമോ സ്ത്രീജനങ്ങൾക്ക് ചൊല്ലാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും ഉണ്ടായിരുന്നു. ലളിതാ സഹസ്രനാമം ജപിച്ചാൽ തൊണ്ടപൊട്ടി ഭരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഭീഷണികളും നിർബന്ധങ്ങളും ഒക്കെയുള്ള കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഇന്ന് അതെല്ലാം മാറി ആരാണോ ഇതൊക്കെ കുത്തകയാക്കി നിർത്തിയിരുന്നത് അവരാരും ഇത് ചെയ്യുന്നുമില്ല. അതായത് എത്രയോ ഭക്തജനങ്ങൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അതുപോലെ വെല്ലുവിളികൾക്കും ഒക്കെ പരിഹാരമായി ഭഗവാനെ ആശ്രയിക്കുന്നതിനും അതിലൂടെ ഒരു ആനുകൂല്യം നേടുന്നതിന് വേണ്ടി ഈ രചനകളെ വളരെയധികം നിഷ്ഠയോടുകൂടി നിത്യോപാസന ചെയ്യുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരു എത്തും പിടിയും കിട്ടാത്ത സമയത്ത്, ആരും സംരക്ഷിക്കാനും പിന്തുണയ്ക്കാനും ഇല്ലാത്ത കാലത്ത്, എല്ലാവരും അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നിലനിൽക്കാൻ വേണ്ടി, മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി എത്രയോ പേരാണ് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പരിപൂർണ സമർപ്പണ ഭാവത്തോടുകൂടി ഭഗവത് കമലങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ രചനകളെ വായിച്ചും പാടിയും പറഞ്ഞും പഠിപ്പിച്ചും ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ അത്രയും പേർക്ക് ധൈര്യവും ആവേശവും പകർന്നു നൽകാനുള്ള ഋഷിപ്രോക്തമായ ആ അനുഗ്രഹത്തിന്റെ ആ ഊർജ്ജസ്വലതയെ, അതിന്റെ പ്രസരിപ്പിനെ, അതിന്റെ മഹിമയ്ക്ക് അല്പം പോലും ആങ്കളം പറ്റാത്ത വിധത്തിൽ ഏറ്റവും ഭവ്യമായി, ഏറ്റവും ധാർമ്മികമായി എല്ലാവരിലും എത്തിക്കണം എന്നുള്ള ഒരു വലിയ ഉദ്ദേശവും താല്പര്യവും വ്രതവുമാണ് ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം. ആ ഉദ്ദേശത്തെ നാം മാനിക്കാതെയോ കാണാതെയോ പോകരുത്. അപ്പൊ നിരാശയുടെയോ ഉത്കണ്ഠയുടെയോ അല്ലെങ്കിൽ നഷ്ടത്തിന്റെയോ പടുകുഴിയിൽ എത്തുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ജീവിതം പതിച്ചു പോകാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ, ആരും സംരക്ഷിക്കാനില്ലാതെ, ആരെയും ആശ്രയിക്കാനില്ലാതെ വരുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ, ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്ത് അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആത്മവിശ്വാസത്തോടും ആവേശത്തോടും ആത്മബോധത്തോടും കൂടി ഉണർത്താൻ സഹായിക്കുന്ന വലിയ ഒരു ഉപാസനയിലാണ് നാം എല്ലാവരും സമ്മേളിച്ചിട്ടുള്ളത്. അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയയാളാണ് കൃഷ്ണൻ. ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത്, ഒരു ആക്ഷേപം ഉണ്ടാകുന്ന സമയത്ത്, ഒരു വിമർശം വരുന്ന സമയത്ത്, ഏറ്റവും അടുപ്പക്കാരിൽ പോലും എതിർപ്പുണ്ടാകുന്ന സമയത്ത്, സ്വന്തം ബന്ധുക്കളോട് ആശയപരമായി അകലം പാലിക്കേണ്ട സമയത്ത്, എതിർപ്പ് പറയേണ്ട സമയത്തൊക്കെ അവിടെയൊന്നും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് വിധേയനായിരുന്നില്ല. അപ്പൊ ധർമ്മബോധത്തിന്റെയും നീതിബോധത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സമരസത്തിന്റെയും ഒക്കെ ജീവിത വഴികളെയാണ് കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാ കാലത്തും മനുഷ്യർക്ക് ആവശ്യമാണ്. അപ്പൊ ഇത്തരം ഒരു വ്യക്തിത്വത്തിന്റെ മഹിമയും ആ വ്യക്തിത്വത്തിൽ അന്തർഗതമായ ആധ്യാത്മികതയുടെ വശങ്ങളും അല്ലെങ്കിൽ ശീലങ്ങളും അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉപാസിക്കുന്ന സമയത്ത് നമ്മിലും അതുപോലെയുള്ള ഒരു സമാനമായ ചിന്തകളും ശീലങ്ങളും വീക്ഷണങ്ങളും സമീപനങ്ങളും ഉണ്ടായേ മതിയാകൂ. ഇല്ലെങ്കിലോ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ജലോപരിതലത്തിൽ വരച്ച വരപോലെയായി തീരും. അത്രയേ ഉള്ളൂ ഇതിന്. അപ്പൊ ഒരു പെർഫോമൻസ് എന്ന നിലയിൽ, ഒരു പ്രകടനം എന്ന നിലയിൽ മാത്രമാകാതെ നമുക്ക് സ്വയം തിരുത്താനും കൂടുതൽ മികച്ച വ്യക്തിത്വത്തിനുടമയായി തീരാനും ആ വ്യക്തിത്വം ലോകത്തിന് ഹിതകരമായ രീതിയിൽ വിനിയോഗിക്കാനുള്ള സാമർഥ്യത്തെ ഉണർത്താനുമായുള്ള ഒരു ഉപാസനയായി നാം ഇത് കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർ ജീവിക്കുന്ന ഗൃഹം, അവർ പ്രവർത്തിക്കുന്ന സമൂഹം, അവർ ജീവിക്കുന്ന ഭൂമി, അവരുടെ സന്തതി പരമ്പരകളെല്ലാം ധന്യരും തീർച്ചയായിട്ടും വിശിഷ്ടമായ ഒരു പൈതൃകത്തിന്റെ അനുഗ്രഹത്തെ ലോകത്തിന് കൈമാറാൻ തക്ക നിലയിലുള്ള യോഗ്യത കൈവരിച്ചവരുമായിത്തീരും. അതുകൊണ്ട് അമ്മമാരുടെ ഈ ഒരു പരിശ്രമം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മളേവരും ജീവിക്കുന്ന കുടുംബത്തിലും
നമ്മുടെ തലമുറകളിലും വരാൻ പോകുന്ന തലമുറകളിലും ഈ അനുഗ്രഹത്തിന്റെ സ്പന്ദനം നീണ്ടു നിൽക്കണം. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്നത് കേവലം ഒരു വൈകാരിക വ്യക്തിത്വം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ആത്മസ്പന്ദനമായി അതറിയാൻ സാധിക്കണം. അതിനുവേണ്ടി എന്ത് വേണം? പ്രാർത്ഥനയും ജപവും സ്വാധ്യായവും സത്സംഗവും ധ്യാനവും അടങ്ങുന്ന ഒരു ശീലം തീർച്ചയായിട്ടും നിലനിർത്തിക്കണം. പ്രാർത്ഥനയും ജപവും സ്വാധ്യായവും സത്സംഗവും ധ്യാനവും അടങ്ങുന്ന ഒരു ശീലം ജീവിതത്തെ വളർത്തിയെടുക്കേണ്ടത് ഈ രംഗത്ത് മുന്നോട്ട് പോകാനും ഉയരാനും വളരാനും അനിവാര്യമാണ്. അപ്പോൾ കേവലം ഇത് പരിമിതപ്പെട്ടു പോകാതെ നിത്യജീവിതത്തിന്റെ ഭാഗമായി ഈ ഒരു സംസ്കൃതിയെ അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ധന്യരായ ഭക്തകളായി നിങ്ങൾ എല്ലാവരും മാറട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബജീവിതം അതുകൊണ്ട് ധന്യമാകണം. കാരണം ആ ഒരു ഏരിയ അസ്വസ്ഥമാണെങ്കിൽ, അവിടെ ഒരു സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷമില്ലെങ്കിൽ നമ്മുടെ ശ്രമങ്ങൾക്ക് വേണ്ടത്ര ഒരു ഉൾനിറവ് അല്ലെങ്കിൽ സാഫല്യം ഉണ്ടാകില്ല. കാരണം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഇങ്ങനെയുള്ള പൊതുവിടങ്ങളിലൊക്കെ പോയി ചൊല്ലുമ്പോൾ, പറയുമ്പോൾ, കേൾക്കുമ്പോൾ താത്കാലികമായി നമ്മുടെ ഉള്ളിലൊരു സന്തോഷമോ സമാധാനമോ ആശ്വാസമോ ഉണ്ടാകും. പക്ഷെ അത് വിട്ട് നമ്മുടെ ജീവിതം കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്ന ഗൃഹത്തിൽ അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നില്ല എങ്കിൽ ഇതെപ്പോഴും ഒരു സംഘർഷമായി അസ്വസ്ഥതയായി നിൽക്കും. അപ്പൊ അതിനെന്താണ് പ്രതിവിധി? നമുക്കിവിടെ കൂടിയേ പറ്റൂ. ഗൃഹസ്ഥാശ്രമത്തെ പെട്ടെന്ന് ഒഴിവാക്കാനോ അവസാനിപ്പിക്കാനോ പറ്റുന്നതല്ലോ. അപ്പൊ അതിനോട് പൊരുത്തപ്പെടുന്ന, അതിനോട് ഇണങ്ങി പോകാൻ സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ എത്തിച്ചേരാനും വളരാനും കൂടി ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അപ്പൊ എന്തിനോടും അത് വാസ്തവത്തിലെ ഈ ഉപാസനകളെല്ലാം, ദൈവികമായ ഉപാസനകളെല്ലാം മനുഷ്യൽ സാത്വികമായ ഒരു അവസ്ഥയെ, ഒരു ഭാവത്തെ ഉണർത്താൻ സഹായിക്കുന്നതാണ്. സാത്വികാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടിയിരിക്കണമെന്ന അർത്ഥത്തിലല്ല. ഉചിതമായ അതത് സമയത്ത് ഉചിതമായ തീരുമാനങ്ങളും നിലപാടുകളും കൈക്കൊള്ളാനുള്ള ശേഷിയെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും സഹിക്കാനുള്ള ആന്തരിക ക്ഷമതയും ഒക്കെയാണ് സാത്വികത എന്ന് പറയുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുള്ള കരുത്തുറ്റ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സാത്വികത. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒന്നിനോടും പ്രതികരിക്കരുത്, ഒരു ഉദ്യമങ്ങളിലും പങ്കെടുക്കരുത്, എല്ലാ സമയത്തും ഓം ശാന്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതാണ് സാത്വികത. അതല്ല. അതത് സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുകൂലമായ, പോഷണപ്രദമായ, പ്രയോജനകരമായ, പ്രചോദനം നൽകുന്ന നിലപാടുകളും തീരുമാനങ്ങളും സമീപനങ്ങളും പുലർത്തുന്നത് തന്നെയാണ് സാത്വികത. അതായിരുന്നല്ലോ കൃഷ്ണൻ. സാത്വിക മൂർത്തികളിൽ അഗ്രഗണ്യാണല്ലോ ഭഗവാൻ, അല്ലെ? സത്വമൂർത്തിയായിട്ടാണല്ലോ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഒരു നിലപാടും സ്വീകരിച്ചിരുന്നില്ലേ? ഒരു പ്രവർത്തനത്തിനും പങ്കാളിയായിരുന്നില്ലേ? അപ്പൊ സത്വഗുണ പ്രധാനമായ ഒന്നിലും പങ്കെടുക്കാതെ മിണ്ടാതെ മൂകനായിരിക്കാൻ അർത്ഥം അല്ലല്ല. ഈ ലോകം വ്യത്യസ്തമാണ്. വൈവിധ്യം നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് അതത് സാഹചര്യങ്ങളിൽ ഉചിതമായ നിലപാടുകളും സമീപനങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കണം. ഈ തീരുമാനവും നിലപാടും എവിടെ നിന്ന് നൽകണം? ബാഹ്യമായ ഒരു പ്രലോഭനത്തിന്റെയോ പ്രേരണയുടെയോ നിർബന്ധത്തിന്റെയോ ആഹ്വാനത്തിന്റെയോ പേരിലല്ല ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. പിന്നെയോ അവനവനിൽ ഉണ്ടാകണം. അവനവനിൽ എങ്ങനെ ഈ നിലപാടും തീരുമാനം ഉണർന്നു വരുമല്ലോ. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ആര് പറയണം? ഇതാര് പറഞ്ഞ ശ്ലോകം? യഥാഹി. ഇത് കേൾക്കുമ്പോൾ ആവേശമുള്ളവർ നമ്മൾ കേൾക്കുമ്പോ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ആര് പറയുന്നത്? കൃഷ്ണൻ പറഞ്ഞതായി ശ്ലോകം. ഭഗവാൻ പറഞ്ഞത്, ഭഗവാന്റേതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. യഥാഹി ധർമ്മസ്യ. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് മങ്ങലേൽക്കുന്നത്, അല്ലേ? എപ്പോഴും അത് കഴിഞ്ഞിട്ടാണെന്നല്ല പറയണത്. അത് കഴിഞ്ഞിട്ടല്ല ഭഗവാൻ ഇടപെടുന്നത്. യഥാ തഥാ. എപ്പോഴാണോ ധർമ്മത്തിന് മങ്ങലേൽക്കുന്നത് അപ്പോൾ ഞാൻ ഇടപെടും. ആ ഇടപെടൽ നമ്മൾ അറിയാറുണ്ടോ? ആ ഇടപെടൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ആ ഇടപെടലെ നമ്മൾ സ്വീകരിക്കാനും അംഗീകരിക്കാനും തയ്യാറാണോ? അല്ല. അതാ പ്രശ്നം. കാരണം എന്തുകൊണ്ട്? ഇതെല്ലാം നമ്മൾ പുറലോകത്തേക്ക് ഉറ്റുനോക്കി കേൾക്കാനിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കൃഷ്ണഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി നമുക്ക് സഹകരിക്കേണ്ടി വരുന്ന സമയത്ത്, ഇടപെടുന്ന സമയത്ത് എന്തായിരിക്കണം എൻ്റെ നിലപാട്, എൻ്റെ തീരുമാനം, എൻ്റെ സമീപനം? ഏറ്റവും ഉചിതമായത്
അത് ഏറ്റവും മികച്ച ഒരു തീരുമാനമോ നിലപാടോ സമീപനമോ എന്നിൽ നിന്നുണർന്നു വരാൻ ഞാൻ ആരെ ആശ്രയിക്കണം, ആരോട് ചോദിക്കണം? അവനവനോടല്ലേ ചോദിക്കേണ്ടത്. യഥായഥാഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഞാൻ അപ്പോൾ തന്നെ ഇടപെടും. പക്ഷെ ആ ഇടപെടൽ എന്താണെന്ന് അറിയാനോ ശ്രദ്ധിക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ലെന്നാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് കൃഷ്ണഭക്തി എന്നത്, കൃഷ്ണനോടുള്ള ആരാധന എന്നുള്ളത്, കൃഷ്ണനോടുള്ള സ്നേഹം എന്നത് ബാഹ്യ പ്രകടനങ്ങളിലേക്ക് അപ്പുറത്തേക്ക്, അതൊക്കെ നമുക്കത് അവതരിപ്പിക്കാൻ, അത് പ്രസന്റ് ചെയ്യാനുള്ള സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ അലങ്കരിക്കുകയും നല്ല ഭക്ഷണം തയ്യാറാക്കുകയും നല്ലതുപോലെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ ആ വ്യക്തിയോടുള്ള ഇഷ്ടം, സ്നേഹം, ആരാധനയൊക്കെ പ്രകടിപ്പിക്കുന്ന അവസരങ്ങളാണ് അത്തരം ചില പ്രകടനങ്ങൾ, ഒരുക്കങ്ങൾ. അതിനപ്പുറത്തേക്ക് ഭഗവാനോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രേമം എന്നത് അവനവന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് എല്ലായ്പ്പോഴും ഏത് പ്രവർത്തനങ്ങളിലും അഭിപ്രായം തേടേണ്ട, ഏത് വിജയങ്ങളുടെയും സന്തോഷം പങ്കുവയ്ക്കേണ്ട, ഏത് പരാധീനതകളുടെയും പരിഹാരം ചോദിക്കേണ്ട, ഏത് നിലപാടാണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്ന് അറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അതിന് ഒരു ഉത്തരം നൽകേണ്ട ഒരു ആന്തരിക വ്യക്തിപ്രഭാവമായി അല്ലെങ്കിൽ വ്യക്തിത്വമായി കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളണം. ആ നിലയിലേക്ക് വളരാൻ ഭക്തി നമുക്ക് വലിയൊരു ഒരു ഉപാധിയാണ്. അങ്ങനെയുള്ളവരാണ് ഈ വസുദേവനും ദേവകീ ദേവിയും. അതുപോലെ നമ്മൾ കാണുന്ന പ്രഹ്ലാദനും ധ്രുവനും ഒക്കെ ആ തലത്തിലാണ് ഭക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ധ്രുവൻ എന്ത് പറഞ്ഞു? യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര സ്വധാംന അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇതായിരുന്നു ഭഗവത് അനുഭവത്തിന്റെ വാഗ്രൂപമായി ധ്രുവനിലൂടെ വ്യാസമഹർഷി നമ്മളെ അറിയിച്ചത്. അതും കൂടി അറിഞ്ഞിരിക്കും. ഈ ആഘോഷങ്ങളും ഈ പ്രകടനങ്ങൾക്ക് ഒരു ഭാഗത്ത് നമുക്ക് ആസ്വാദനത്തിന്റെ വഴികൾ തുറന്നു തരുമ്പോൾ അതിനപ്പുറം അറിവിന്റെയും ആത്മാനുഭവത്തിന്റെയും വഴി ഇതിനൊപ്പമുണ്ടെന്ന് അറിയാതെ പോകുന്നത് വലിയ ഒരു നഷ്ടവും ഭാവിയിൽ നമുക്കുണ്ടാകുന്ന ഒരു നിരാശയുമായി തീരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇതെല്ലാം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഈ ശ്ലോകങ്ങളൊക്കെ ഭഗവാൻ എന്ന് പറയുന്നത് ഈ അവതരണങ്ങളോ വിവരണങ്ങളോ അലങ്കാരമില്ലാതെ സ്വന്തം സ്വത്വത്തിന്റെ ആത്മബോധത്തിന്റെ പര്യായങ്ങളാണ് എന്ന അറിവിലും സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമുക്ക് നൽകുന്നത് വലിയൊരു ഹൃദ്യമായൊരു അനുഭവമാണ്. ബാക്കിയുള്ള എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, അവഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന സമയത്ത് പ്രായം പോലും ശാരീരികമായി നമുക്ക് പ്രതികൂലമാകുന്ന സന്ദർഭത്തിൽ ഒരു നിരാശയില്ലാതെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാനും സമീപിക്കാനും സാധിക്കും. അതിന് ഈ ഒരു പരിശ്രമം നമുക്ക് വളരെയധികം സഹായകമായി തീരും. എവിടെയാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ, നമ്മളോട് ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ എവിടെയാണ് നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചു മറുപടി പറയാൻ സാധിക്കണം. എന്ത് മറുപടി പറയാൻ സാധിക്കണം? എവിടെയാണ് നിങ്ങളുടെ ഭഗവാൻ, എവിടെയാണ് നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ച് ചോദിക്കാൻ സാധിക്കണം. എന്ത് ചോദ്യം? എന്ത് ചോദ്യം? ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഭഗവാൻ എവിടെയാണ് അധിവസിക്കുന്നത്, എവിടെയാണ് ഭഗവാന്റെ അധിവാസ സ്ഥാനം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ സാധിക്കണം? സധൈര്യം, ആത്മവിശ്വാസത്തോട് എന്ത് മറുപടി പറയാൻ സാധിക്കണം? ആ മറുപടി ചോദ്യമാണ്. ഏത് ചോദ്യം? എവിടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? നമ്മളോട് ഒരാൾ ഹൃദയം പറയും, ഒരാള് ഒക്കെ പറയും. എവിടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? ഭഗവാൻ അല്ലാത്തതോ ഭഗവാൻ ഇല്ലാത്തതോ ആയ ഒന്ന് ഈ പ്രപഞ്ചത്തിലില്ല. കൃഷ്ണൻ അല്ലാത്തതോ കൃഷ്ണൻ ഇല്ലാത്തതോ ആയ ഒന്ന് ഈ ലോകത്തങ്ങനെ നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പം എല്ലാമായി നിലനിൽക്കുന്ന പരമാത്മ ബോധത്തെയാണ് കൃഷ്ണൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രകടനം മുഴുവൻ ഭഗവാന്റെ ലീലയാണ്. ലീല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രഭാവവും അദ്ദേഹത്തിന്റെ പ്രതിഭാസവുമാണ് ഈ കാണപ്പെടുന്നതൊക്കെ. അല്ലാതെ കേവലം ഒരു പ്രതീകത്തിലേക്ക് മാത്രം ഒതുങ്ങി കാലം കഴിച്ചാൽ ഈ അറിവ് ലഭിക്കാതെ പോവുകയും അത് ഈ പരിശ്രമത്തിന്റെ വിജയമായി തീരാതെ മാറുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുള്ളത് കൊണ്ട് ഈ കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് ആ അറിവിലേക്ക് എത്താൻ അവസരം നൽകുന്ന ഒരു പ്രതീകം എന്ന നിലയിൽ നമുക്ക് ഈ ആരാധന ബിംബങ്ങളെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ
പോകാൻ ശ്രമിക്കാത്ത പക്ഷം ഇതൊരു പാഴ്വേലയും പരാജയവുമായി മാറും. അപ്പൊ നമ്മുടെ കീർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും സ്തുതികളിലും ഒക്കെ ഈ വർണ്ണനകളും അതിന്റെ വിവരണങ്ങളും അലങ്കാരോക്തികളും ഒക്കെ ഉണ്ട്. അതിരിക്കട്ടെ, അതിനപ്പുറത്തേക്കുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക്, യാഥാർത്ഥ്യബോധത്തിലേക്ക്, അനുഭവത്തിലേക്ക്, ഉണ്മയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജന്മത്തിൽ തന്നെ സാധിക്കട്ടെ. നമുക്ക് വിചാരം ഈ ജന്മത്തിൽ കുറച്ച് കൂടുതൽ ചെയ്താൽ അടുത്ത ജന്മത്തിൽ നേരത്തെ തുടങ്ങണം. അങ്ങനെയൊന്നും കാത്തിരിക്കരുത്. എന്തുറപ്പുണ്ട് അടുത്ത ജന്മത്തിൽ ആരാകുമെന്ന്? വല്ല ഉറപ്പുണ്ടോ? പൂർവ്വജന്മവും പുനർജന്മവും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് അതിനുള്ള മറുപടി നൽകുന്ന ഭാഗം ഭാഗവതത്തിനുണ്ടല്ലോ. എന്ത് പൂർവ്വജന്മം, എന്ത് പുനർജന്മം, അതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം കാണുന്ന ഏത് ഭാഗമുണ്ട്? ചിത്രകേതുപാഖ്യാനത്തിൽ ജീവൻ പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ. ഗംഭീരമായിട്ട് പറഞ്ഞു. ഭാരതത്തിന്റെ പൂർവ്വജന്മ പുനർജന്മ സങ്കല്പങ്ങളും സിദ്ധാന്തങ്ങളും എവിടെ വരെയാണ് അതിന്റെ പ്രസക്തി എന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സന്ദർഭം. നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് പൂർവ്വജന്മ സുഹൃതം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒഴിവൊഴിവ് പറയാറുണ്ടല്ലോ. അത് നമ്മൾ മിടുക്കരാണല്ലോ. എന്തിനൊന്ന് ഒഴിവുകൾ കഴിയേണ്ടത് നമ്മൾ ആകേവന്മാരാണ്. എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട്, എല്ലാം പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാ പ്രശ്നങ്ങൾ? ആകാശഗോളങ്ങൾ പ്രശ്നം, ജനിച്ച നക്ഷത്രം പ്രശ്നം, അയൽവക്കക്കാരുടെ പ്രശ്നം, താമസിക്കുന്ന വീട് പ്രശ്നം, അതിലെ വീട് വെച്ച കട്ടള തേക്കിൻ തടി ആയതുകൊണ്ട് പ്രശ്നം, ജനല് രാവിന്റെ കഷ്ണമായതുകൊണ്ട് പ്രശ്നം, കുക്കർ പ്രശ്നം, പാമ്പ് പ്രശ്നം, ഭൂമി പ്രശ്നം, സർവ്വം പ്രശ്നം. പെർഫെക്റ്റ് ആരാ? ഞാൻ മാത്രം കൊള്ളാം, ബാക്കി എല്ലാം കുഴപ്പം. ഇതാണ് നമ്മുടെ ഇടപാട്. അപ്പൊ ഇതിലൊക്കെ പോകും. ഈ അനാവശ്യമായ ഈ അടിസ്ഥാന ഇതിലൊക്കെ നമ്മൾ വെറുതെ പോയി തലവയ്ക്കും. നമ്മുടെ പൈസ നഷ്ടപ്പെടും, സമയം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, ചിലപ്പോൾ ജീവിതം തന്നെ. അപ്പൊ ഇതിനൊന്നും പോയി പതിക്കാതിരിക്കാൻ നമുക്ക് ശരിയായ വഴി ശ്രീമദ് ഭാഗവതവും ഭാഗവതത്തിന്റെ ഒരു രത്നചുരുക്കം എന്ന് പറയാൻ കാച്ചിക്കുറിക്ക രചനയെന്ന് ശ്രീമദ് നാരായണീയത്തിന്റെ ആ ഒരു നാരായണീയത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശങ്ങളെയും അതിന്റെ ആധികാരികതയും സമൂഹത്തിൽ ശക്തിയുക്തം വിളംബരം ചെയ്യാനുള്ള ഒരു വലിയ യജ്ഞത്തിന്റെയും പരിശ്രമത്തിന്റെയും സമാപ്തിയാണല്ലോ. അതുകൊണ്ട് ഈ ഒരു സംഗമത്തിൽ ചേർന്ന് നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്ത് ഉത്തരവാദിത്വം? ഈ ഒരു ധർമ്മത്തിൽ ജനിച്ച ഞാൻ ഈ ധർമ്മത്തിന്റെ എല്ലാ വശങ്ങളെയും കഴിയാവുന്നിടത്തോളം മനസ്സിലാക്കി ചെയ്യാവുന്നിടത്തോളം ജീവിതത്തിൽ പ്രകടിപ്പിച്ച് തനിക്ക് ചുറ്റുപാടും അത് പ്രസരിപ്പിച്ച് ഇവിടെ പ്രോജ്വലിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ഭാഗമായി ജീവിച്ച് അതിനോട് ചേരാം. അല്ലാതെ എനിക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഉദകക്രിയകളോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ചെയ്യുന്ന അവാർഡുകളൊന്നുമല്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഉത്കൃഷ്ടമായ പാരമ്പര്യം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ആ ദൗത്യത്തോട് പൂർവ്വം കടപ്പാടും പുലർത്തി ഉത്തരവാദിത്വത്തോട് ജീവിച്ച് കടന്നു പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം ഏറ്റവും നന്നായി നിർവഹിക്കാൻ എനിക്ക് ലഭിച്ച അവസരമാണ് ഈ ശാസ്ത്രരചനയെ പഠിക്കുകയും സ്വാധ്യായത്തിനായി ഉപയോഗിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് മനുഷ്യന് ആശ്വാസവും സമാധാനവും ആ ശാന്തിയും ഒക്കെ നൽകുന്നതോടൊപ്പം ആധ്യാത്മികമായ അവബോധം ഉണരാനും വളരാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഈ രണ്ട് നിലയിലും ഭൗതികമായ ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിക്കുന്നതിനും സ്വയം ആധ്യാത്മികമായി വളരുന്നതിനും എൻ്റെ ഈ ഒരു അനുഷ്ഠാനം നാരായണീയം എന്ന മഹത്തായ രചനയുമായുള്ള എൻ്റെ ഈ ബന്ധം തീർച്ചയായിട്ടും എന്നെ സഹായിക്കും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. അത് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും മനനം ചെയ്ത് അതിൻ്റെ സത്ത് അറിയാനും ഈ ജന്മത്തിൽ എനിക്ക് സാധിക്കും എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച അശ്രാന്തമായി പരിശ്രമിച്ചോട് നടന്ന് സഹകരിക്കുകയും ഇതിനെ സംയോജിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും തീർച്ചയായിട്ടും അഭിനന്ദനങ്ങളെ നമുക്ക് പറയാനുള്ളൂ. നിറഞ്ഞ ഹൃദയത്തോടുകൂടി അവരുടെയൊക്കെ പാദങ്ങളിൽ കൈകൂപ്പാനേ നമുക്ക് സാധിക്കും. അതിങ്ങനെ ഒന്ന് സംഘടിപ്പിക്കുക, അത് കുറ്റമറ്റ രീതിയിൽ അത് അവതരിപ്പിക്കുക, അതിൽ ഒരു താളപ്പിഴവും കൂടാതെ ഏറ്റവും അതിൻ്റെ ഭക്തിയും അതിൻ്റെ മഹത്വവും അതിൻ്റെ സാംസ്കാരികമായ തലവും ഒക്കെ അതിലൊന്നും ഒരു കുറവ് വരാതെ അതിനെ നയിക്കുക എന്നത് വലിയ സാഹസം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം തീർച്ചയായിട്ടും ഹൃദയപൂർവ്വം നമസ്കാരം അർപ്പിക്കുന്നു. ഇതിൽ സംബന്ധിച്ച എല്ലാ അമ്മമാർക്കും ഭാരതീയ ഋഷി പരമ്പരയുടെ പേരിൽ നമസ്കാരം അറിയിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ ഈ സന്ദർഭത്തിൽ ഉപസംഹരിക്കുന്നു. നമുക്ക് സധൈര്യം നമ്മുടെ ഈ പരിശ്രമവും പ്രയത്നവും ഒരു തടസ്സമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറിച്ചു പറയാൻ സാധിക്കണം, കൃഷ്ണനില്ലാത്ത ഒരിടം ഈ പ്രപഞ്ചത്തിലില്ല. കൃഷ്ണനില്ലാത്ത എന്നല്ല, കൃഷ്ണനല്ലാത്ത ഒന്ന്
താനടക്കം കൃഷ്ണനല്ലാത്ത ഒന്ന് ഇവിടെ അങ്ങനെ ഒന്നിനും നിലനിൽപ്പില്ല. ആ ഒരു അവബോധത്തിലേക്ക് വളരാൻ ഈ പരിശ്രമം നിങ്ങൾക്ക് വഴി തുറക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. കണ്ടും കാണാതിരുന്നും മിഴിയിലെ മഴയാൽ നീ നനഞ്ഞെന്നതോർത്തും, കൊണ്ടൽ കണ്ടെന്റെ നെഞ്ചം തിരുനിറനിറവാൽ നിന്തനുച്ഛന്തമോർത്തും, നീയോ നിന്നിഴ്മിഴിക്കോണൊരു നൊടിയിളകും മട്ടിലൻ കണ്ണിൽ നോക്കി, കണ്ണാ കണ്ണീരിനാഴം പലകുറി പരിശോധിക്കയോ ലീലയോ ചൊൽ. എന്താശങ്ക എനിക്കു ജീവനമതിൽ വിശ്വംഭരൻ നീ സദാ, കുഞ്ഞിൻ പാലനമോർത്തതിനുചിതമായി സ്തന്യം ചുമച്ചില്ലയോ. വീണ്ടും വീണ്ടും ഇതോർത്തു യാദവപദേ ഗോപീപദേ സത്പദേ, പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. ഹരി ഓം. ഒരു തവണ കൂടി ഓംകാരം ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും നിവർന്നിരുന്നു, കൈകോർത്ത് മണിയിൽ വെച്ച് ഒരു പ്രാവശ്യം. ഓ ഹരേ കൃഷ്ണ. അനേകം യോഗിവര്യന്മാർ